അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാഠം അന്നളാഫത്തു എന്നതാണ്. അന്നളാഫത്തു ശുദ്ധി, വൃത്തി എന്നൊക്കെ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പാഠമാണ് നമുക്ക് ഇതിലൂടെ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഒരു പാട്ട് പാടാം. നമുക്ക് വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു പാട്ടാണ് നമ്മൾ ഇതിലൂടെ പാടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ, കൃത്യമിലെല്ലാം ചെയ്തിടും. പരിസരം സുന്ദരമാക്കാൻ നമ്മൾ, നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. അറിവിൻ തോപ്പിലെ പൂക്കൾ നമ്മൾ, വസ്ത്രം നന്നായി കഴുകിയിടും. ദേഹം വൃത്തിയിലാവാൻ നമ്മൾ, സുന്ദരമായി കുളിച്ചിടും. ഖൽബിൻ ശുദ്ധി വരുത്തി നമ്മൾ, നല്ലവരായി നടന്നിടും. നമുക്ക് പാഠഭാഗം നോക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ വൃത്തിയുള്ളവരായി ആകണമല്ലോ. അതിനായി നമ്മുടെ ഖൽബും ശരീരവും വസ്ത്രവും പരിസരവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. വൃത്തിയുള്ള ഖൽബിന് എന്ത് വേണം? വൃത്തിയുള്ള ഖൽബുണ്ടാകാൻ എന്ത് വേണം? കിബിർ, ഹസദ്, റിയാ, ശിർക്ക് തുടങ്ങിയവ തൊട്ട് ഖൽബിനെ ശുദ്ധമാക്കണം. എന്താണ് കിബിർ എന്ന് പറഞ്ഞാൽ? അഹങ്കാരം ഇല്ലാതിരിക്കണം. ഹസദ്, അസൂയ ഇല്ലാതിരിക്കണം. റിയാ, ലോകമാന്യത, ഞാൻ തന്നെയാണ് വലുത് എന്നുള്ള ആ ഒരു ചിന്ത ഇല്ലാതിരിക്കണം. ശിർക്ക്, അള്ളാഹുവിനെ കൂട്ടുകാരനാക്കുക, അതും ഒഴിവാക്കണം. ഇങ്ങനെ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ ഖൽബ് ശുദ്ധമാവുകയുള്ളൂ. 2, തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനം എന്നിവയെല്ലാം നന്മകൾ മാത്രമായിരിക്കണം. ഇനി വൃത്തിയുള്ള ശരീരത്തിന് എന്താണ് വേണ്ടത്? വൃത്തിയുള്ള ശരീരത്തിന് മിസ്വാക്ക് ചെയ്യണം, നഖമുറിക്കണം, കുളിക്കണം. അടുത്ത വൃത്തിയുള്ള പരിസരത്തിന് എന്ത് വേണം? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. ഒരു ഹദീസ് ഇങ്ങനെ നമുക്ക് നോക്കാം. നള്ളിഫൂ അഫ്നിയത്തക്കും, നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുറ്റങ്ങളെ വൃത്തിയാക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വൃത്തിയുള്ളവരായി അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന നിലയിൽ ജീവിച്ച് ഇഹപര വിജയം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, ചെയ്യട്ടെ. ആമീൻ. ഇതാണ് വൃത്തിയുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിലുള്ളത്. ഇനി നമുക്കിതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് എഴുതാം എന്നുള്ളതാണ്. ശരീരം വൃത്തിയാവാൻ നാം എന്ത് ചെയ്യണം? ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്താണ്? ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യണം, നഖമുറിക്കണം, കുളിക്കണം.
മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. ചോദ്യം 2, വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. വസ്ത്രം വൃത്തിയാവാൻ നാം എന്ത് ചെയ്യണം? വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടത് നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം നമ്മൾ ധരിച്ചാൽ നമുക്ക് നമ്മുടെ വസ്ത്രം വൃത്തിയാക്കാൻ, ശുദ്ധിയാക്കാൻ നമുക്ക് പറ്റും. 3, പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. പരിസരം വൃത്തിയാവാൻ നാം എന്ത് ചെയ്യണം? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. 4ാമത്തെ ചോദ്യം, ഖൽബ് വൃത്തിയാവാൻ എന്താണ് നാം ചെയ്യേണ്ടത്? ഖൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. കിബർ, അഹ്സദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് ഖൽബിനെ ശുദ്ധമാക്കണം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. നമുക്ക് 2ാമത്തെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ആശയം കണ്ടെത്തി എഴുതാം എന്നുള്ളത്. നദ്ദിഫൂ അഫ്നിയത്തക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതാണ് എഴുതേണ്ടത്. നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ. നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ. ഇതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ഭാഗം എഴുതാം എന്നതാണ്. 1, മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം വലതുഭാഗത്ത് തുടങ്ങി ഇടതുഭാഗത്തേക്ക് അവസാനിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ പല്ല് തേക്കുന്നതിനെയാണ് മിസ്വാക്ക് ചെയ്യൽ എന്ന് പറയുന്നത്. അടുത്ത നഖം മുറിക്കേണ്ട രൂപം. നഖം മുറിക്കേണ്ട രൂപം എങ്ങനെയാണ്? നമ്മൾ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ തുടങ്ങി ചെറുവിരലിലേക്കെത്തി അതിനുശേഷം വലത് കൈയിൻ്റെ തള്ളവിരലും അതിനുശേഷം ഇടത് കൈയിൻ്റെ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെ മുറിക്കുന്നതിനെയാണ് ശരിയായ രൂപമായി നഖം മുറിക്കുന്നതിൻ്റെ രൂപം. ഇനി നമുക്ക് 2ാമത്തെ പാഠം നോക്കാം. പാഠം 2 എൻ്റെ വീട് എന്നതാണ്. എൻ്റെ വീട്. അപ്പോൾ ഇതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കൂട്ടുകാരെ, നമുക്ക് എവിടെയായിരുന്നാലും സ്വന്തം വീടിനെക്കുറിച്ച് ചിന്തിക്കുകയും വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതെ, നമ്മൾ എവിടെ എത്തിയാലും ഒന്ന് സ്വന്തം വീട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എല്ലാവരും സ്വന്തം വീട് ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ. അതെ, നമ്മളെല്ലാം സ്വന്തം വീടിനെ ഇഷ്ടപ്പെടുന്നു. കാരണം അത് അള്ളാഹു നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണ് നമ്മുടെ വീട്. വീടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ച് ബറക്കത്തുള്ള സുന്ദര വീടുകളായി നാം അതിനെ പരിപാലിക്കണം. അപ്പോൾ നമ്മുടെ സ്വന്തമായ വീട്ടിൽ ബറക്കത്തുള്ള ഒരു വീടായി മാറണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചില മര്യാദകൾ പാലിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് ബറക്കത്തുള്ള സുന്ദരമായ വീടുകളായി നമ്മുടെ വീട് മാറുകയുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് വീട്ടിലുള്ള മര്യാദ. വീട്ടിൽ പാലിക്കേണ്ട അദബുകൾ. 1, വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാൽ വെച്ചായിരിക്കണം പ്രവേശിക്കേണ്ടത്. സലാം പറയുക. വരുമ്പോൾ സലാം പറയുക. ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറഞ്ഞായിരിക്കണം നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അടുത്തത്, വീട്ടിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലുക. അപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം
ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതാണിത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് പറയുക. അടുത്തത് വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കുക. നമ്മൾ കൂടുതൽ അമിതമായി വെള്ളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി ഒഴിവാക്കുന്നത് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് അനാവശ്യമായി ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം വീട്ടിലുള്ള ഒരു മര്യാദയാണ്. അടുത്തത് ശൗചാലയം, അടുക്കള, വീടിൻ്റെ ചുമര്, മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ വീടിൻ്റെ ടോയ്ലറ്റ്, അതേപോലെ തന്നെ അടുക്കള, വീടിൻ്റെ ചുമര്, മുറ്റം ഇതെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അടുത്ത കൊതുക് വീടിന് പരിസരത്ത് വളരാതിരിക്കാനും വീട്ടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൊതുക് വരുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കണം. അതുപോലെ രാത്രിയിലൊക്കെ വീടിൻ്റെ അകത്തേക്ക് കൊതുക് വന്ന് നിറയുന്ന ഒരവസ്ഥയുണ്ടാകും. അതിനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊണ്ടേ ഇരിക്കുക. അടുത്തത് വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക. നമ്മുടെ വീട്ടിൽ പഠനോപകരണങ്ങളുണ്ടെങ്കിലും വസ്ത്രങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ മറ്റു ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ടെങ്കിലും അതാത് സ്ഥലത്ത് തന്നെ അത് സൂക്ഷിക്കുക. എല്ലാം കൂടി ഒന്നിൽ വെച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ്. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണെന്ന് നോക്കാം. വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് ഇറങ്ങുക. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സലാം പറഞ്ഞായിരിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. ഇടത് കാൽ വെച്ച് ഇറങ്ങുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ചായിരിക്കണം പുറത്ത് ഇറങ്ങേണ്ടത്. അതും കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ ബർക്കത്ത് ചെയ്യുകയും പരലോകത്ത് സ്വർഗം നമുക്ക് വീടായി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ അള്ളാഹു നമുക്ക് നമ്മുടെ വീടുകളിൽ ബർക്കത്ത് ചെയ്യുകയും പരലോകത്ത് സ്വർഗവും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് മുന്തിക്കണം? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലാണ് മുന്തിക്കേണ്ടത്. ചോദ്യം 2. വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ പറയുക. അടുത്ത ഭാഗം ശീലമാക്കാം എന്നതാണ്. വീട്ടിൽ അനാവശ്യമായി പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യൽ. കൂടുതൽ ചാർജ് തീരുന്ന ഏതെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതിനെ ഓഫ് ചെയ്ത് തന്നെ വെക്കുക. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉസ്താദിനോട് പറയാം എന്നതാണ്. 1. നിങ്ങൾ താമസിക്കുന്ന റൂം വൃത്തിയാക്കിയ അനുഭവം. നമ്മൾ താമസിക്കുന്ന റൂം നമ്മൾ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറയാം. 2. വീട്ടുവളപ്പിൽ കൊതുക് വളരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം. വീട്ടുവളപ്പിൽ കൊതുക് വളരാതിരിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതാണ്: 1. കൊതുക് വരുന്ന ഏതെങ്കിലും ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി കൊതുക് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൊതുകുകളൊക്കെ നമ്മുടെ രോഗങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള
ഒരു തന്ത്രപ്പാടിലാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കിയെടുക്കേണ്ടത് നമ്മുടെ രക്തം മറ്റുള്ളവരിലേക്ക് എത്താൻ പാടില്ല എന്ന രീതിയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. ദുറൂസുൽ ഇഹ്സാൻ്റെ മൂന്നാമത്തെ പാഠം പ്രകൃതി സംരക്ഷണം, പുണ്യനബിയുടെ അധ്യാപനം. പ്രകൃതി സംരക്ഷണം വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമ്മുടെ നബിയുടെ അധ്യാപനം എന്താണ് എന്നും കൂടി നമ്മൾ അറിയണ്ടേ? നമുക്ക് നോക്കാം. സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അല്ലെ, നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നു, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതിന് നാശം വരാത്ത വിധം കരുതലോടെ കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സുന്ദരമായ നമ്മൾ കാണുന്ന ഈ അന്തരീക്ഷത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? നാശം വരുന്ന രൂപത്തിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. വിഭവങ്ങളുടെ അമിത ദുർവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. ഈ ഗുണപാഠം നൽകുന്ന ഒരു കഥ നമുക്ക് പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു വന്നു. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ, എന്താണ് സഅദേ ഈ ദുർവ്യയം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. വുളൂഇലും ദുർവ്യയമുണ്ടോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ച സഅദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി ഇങ്ങനെയാണ്: അതെ, നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും എന്നായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നിന്നാണെങ്കിൽ പോലും വുളൂ ചെയ്യുന്നത് മൂന്നിൽ കൂടുതൽ തവണ ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം, പ്രകൃതിയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം. പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം? 1. സഹജീവികളെ സംരക്ഷിക്കുക. 2. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. 3. ജലം മലിനമാക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിന് പുറമെ നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളാണ്: അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക, മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ മരണാനന്തരം അതിന് ലഭിക്കുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമ്മളോട് പറഞ്ഞതാണ്. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. ചോദ്യം 1. എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? പ്രകൃതി എന്തെല്ലാം ഉൾക്കൊള്ളുന്നു? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. ചോദ്യം 2. സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അമിത ദുർവ്യയം എന്തായിരുന്നു? വുളൂഇൽ വെള്ളം കൂടുതലായി ഉപയോഗിക്കുക എന്നതായിരുന്നു. വുളൂഇൽ വെള്ളം ഭൂമിയിൽ
വെള്ളം കൂടുതലായിട്ട് അമിത ദുർവ്യയം ചെയ്യുന്നതായി കണ്ടതായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിൽ കണ്ട അമിതമായ ദുർവ്യയം. 3. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വുളൂഇൽ അമിത ദുർവ്യയം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു? എന്താണ് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും ഇങ്ങനെ വുളൂ ചെയ്യരുത്, ദുർവ്യയം ചെയ്യരുത്. നീ ഒഴുകിപ്പോകുന്ന നദിയിൽ നിന്നാണെങ്കിലും വുളൂ ചെയ്യുന്നതെങ്കിൽ അവിടെ അമിതമായി ദുർവ്യയം ചെയ്യാൻ പാടില്ല. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പ്രയോഗിക്കാം എന്നതാണ്. ചോദ്യം 1. ചൂടുകാലങ്ങളിൽ വീട്ടുവളപ്പിൽ പറവകൾക്ക് തണ്ണീർ കുടം ഒരുക്കാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചെയ്താൽ വലിയ കൂലിയുള്ള കാര്യവും കൂടിയാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ്, സർവ്വലോകങ്ങളും കരുണയായി വന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മാസത്തിൽ ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ സർവ്വലോകങ്ങളും കരുണയായിട്ട് വന്നതാണ് നമ്മുടെ നബി. സർവ്വ ലോകങ്ങൾക്കും കരുണയായി വന്നതാണ് നമ്മുടെ നബി. ആ നബിക്ക് വേണ്ടി നമുക്ക് നബിയുടെ ജന്മമാസമായ റബീഉൽ അവ്വലിൽ ഒരു വൃക്ഷ തൈ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ നബിയോടുള്ള സ്നേഹവും നബിയുടെ സുന്നത്തിനോടുള്ള സ്നേഹവും കൂടി നമുക്കതിലൂടെ കണക്കിലെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ ഭാഗം, ഉസ്താദിനോട് ചോദിക്കാം എന്നതാണ്. ചോദ്യം 1. അന്തരീക്ഷ സംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അന്തരീക്ഷ സംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അന്തരീക്ഷ സംരക്ഷണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ നമ്മൾ കത്തിച്ച് പുക ഇവിടെ അടിച്ചുകൂടിയാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാകും. കൂടുതൽ മധുരം തിന്നുന്നത് നമുക്ക് ബുദ്ധിമുട്ടാകും. അതെല്ലാം പല രീതിയിലും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിന് വലിയ ഒരു ബുദ്ധിമുട്ട് നേരിടും. പ്ലാസ്റ്റിക് കത്തിക്കൽ, ഇതൊക്കെ മലിനമാകും. വലിയ രീതിയിലുള്ള പുകകൾ വരും. അപ്പോൾ ചില ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. രണ്ടാമത്തത്, ജലസംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ജലസംരക്ഷണത്തിന്, അതായത് നമ്മൾ ചെറിയ ഒരു രൂപത്തിലെങ്കിലും മറ്റുള്ള ജീവികളെ നമുക്ക് സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജലസംരക്ഷണത്തിന് എന്ത് ചെയ്യണം? വെള്ളം വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ജലം അത് വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം നോക്കുക. അപ്പോഴേ നമുക്ക് ജലസംരക്ഷണത്തിന് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഫിഖിൻ്റെ നമുക്ക് ദുറൂസിൻ്റെ 4ാമത്തെ പാഠം നോക്കാം. ദുറൂസിൻ്റെ 4ാമത്തെ പാഠം കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ പ്ലാസ്റ്റിക് എന്നുള്ളത് വളരെയേറെ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് എന്നുള്ളത്. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തന്നെ നമ്മൾ ഒഴിവാക്കുക എന്നതാണ് വേണ്ടത്. നമുക്ക് പാഠം നോക്കാം. കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ. പാഠഭാഗം നമുക്ക് നോക്കാം. പ്രകൃതിക്ക് കേടുപറ്റാതെ സംരക്ഷിക്കണമെന്ന ബോധം മുൻ പാഠത്തിൽ നിന്നും നമുക്കുണ്ടായല്ലോ. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്.
പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ നോക്കാം. പ്ലാസ്റ്റിക്കിലൂടെ വരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെ നോക്കാം, പ്രശ്നങ്ങൾ എന്തൊക്കെ നോക്കാം. ഒന്ന്, നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും. പ്ലാസ്റ്റിക് നമ്മുടെ മണ്ണിനടിയിലോ അതേപോലെ തന്നെ വെള്ളത്തിലോ ഇട്ട് അവിടെ ബാക്കിയായാൽ എത്രയോ വർഷങ്ങൾ അത് അവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തരുന്ന അവസ്ഥ ഉണ്ടാകും. രണ്ട്, മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും. വെള്ളം അതേപോലെ തന്നെ മണ്ണ് എന്നിവ എന്ത് ചെയ്യും, അത് മലിനമാക്കും. മൂന്ന്, ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും. ഭക്ഷണം വഴി ജീവികളുടെ ശരീരത്തിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ എത്തും. അത് നമ്മളിലേക്കും എത്തും. പിന്നീട് ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് പ്ലാസ്റ്റിക് എന്നുള്ളത്. അടുത്ത, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക അത് വിഷത്തിൻ്റെ പുകയാണ്. ആ പുക അന്തരീക്ഷത്തെ മലിനമാക്കുകയും ചെയ്യുന്നു. അടുത്ത, കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക നമ്മൾ സ്വയം അത് ശ്വസിക്കും. അങ്ങനെ സ്വയം ശ്വസിക്കുമ്പോൾ അത് ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയാലോ മാരകമായ രോഗങ്ങൾ അത് കാരണമായി ഉണ്ടാകുന്നതാണ്. ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ. പ്ലാസ്റ്റിക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ ഏതൊക്കെ വഴിയിൽ നമുക്ക് കഴിയും നോക്കാം. തുണി സഞ്ചി ഉപയോഗിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, തുണി സഞ്ചി ഉപയോഗിക്കണം. രണ്ട്, പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അതേ കണ്ടൻറ്റുള്ള വേറെ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ലഭ്യമാണെങ്കിൽ അത് നമ്മൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക. അഥവാ പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. പ്ലാസ്റ്റിക്കിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് വസ്തുവാണെങ്കിലും നമ്മളത് എടുക്കാതിരിക്കുക എന്നതാണ്. മൂന്ന്, പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. പ്ലാസ്റ്റിക് സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകർ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും നമ്മൾ കേട്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ്. നമുക്ക് ഒരു ആയത്ത് നോക്കാം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഭൂമിയിലുള്ള കടലിലാണെങ്കിലും കരയിലാണെങ്കിലും അവിടെയൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുന്നത് മനുഷ്യൻ്റെ കരങ്ങളാൽ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്മയിലേക്കും അതേപോലെ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലായാൽ നമ്മളെ കാരണം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും മനുഷ്യ കരങ്ങളാൽ ഉണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടിനെയും നമ്മൾ ഒഴിവാക്കുക. നമ്മളുടെ കാരണം കൊണ്ട് കടലിലും കരയിലുമൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വരാതിരിക്കാനും അത് കാരണമാകും. നമുക്കിതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏത്? ഉത്തരം
പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ്? ഉത്തരം പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്. ചോദ്യം 2. പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും എങ്ങനെ? ഉത്തരം കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. 3-ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ? ഉത്തരം 100 കണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും. മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും. ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് ശരീരത്തിൽ എത്തുന്ന രൂപം. ചോദ്യം 4. പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ? ഉത്തരം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം പൂരിപ്പിച്ച് ആശയം എഴുതാം എന്നതാണ്. 1. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ശീലമാക്കാം എന്നത്. വീട്, വിദ്യാലയ പരിസരങ്ങളിൽ കാണുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ആരോഗ്യ പ്രവർത്തകരെ ഏൽപ്പിക്കൽ. 2. വീട്ടു സാധനങ്ങൾ കടകളിൽ നിന്ന് കൊണ്ടുവരാൻ തുണി സഞ്ചി ഉപയോഗിക്കുക. വീട്ടു സാധനങ്ങളൊക്കെ കടകളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി തുണി സഞ്ചി നമ്മൾ ഉപയോഗിക്കണം. അപ്പോഴും നമുക്ക് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതുപോലെ പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.